നമുക്ക് പ്രൗഡ് മൊമെന്റ് ആണ്. പ്രൗഡ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ കാര്യം. ഇന്നലെ നടന്ന മാച്ചിൽ 50 ബോളിൽ 97 റൺ അടിച്ച് അതിൽ 12 ഫോറും 4 സിക്സ് ഉൾപ്പെടെ 197 റൺ സ്ട്രൈക്ക് റേറ്റുമായി 197 സ്ട്രൈക്ക് റേറ്റുമായി നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തുകാരൻ നമ്മുടെ സഞ്ജു സാംസൺ. അങ്ങനെ സഞ്ജു സാംസന്റെ പെർഫോമൻസിലൂടെ ഇന്ത്യ സെമിയിലോട്ട് കടന്നിരിക്കുകയാണ് ഗായ്സ്. ദ ബ്രില്യന്റ് ബാറ്റിംഗ്. ഇതിനെ അഭിനന്ദിച്ചില്ലെങ്കിൽ ഏതിനാണ് അഭിനന്ദിക്കാതെ? വാട്ട് എ പെർഫോമൻസ് സഞ്ജു ബായ്. ഇതൊക്കെയാണ് പറഞ്ഞാൽ തിരിച്ചു വരവെന്ന് പറയുന്നത്. ഇതാണ് തിരിച്ചു വരവ്. നല്ലൊരു നോക്ക്. എനിക്ക് തോന്നുന്നത് വിരാട് കോഹ്ലിക്ക് ശേഷം ഇത്രയും വലിയൊരു ചേസ്, ഇത്രയും റണ്ണ് ചേസ് ചെയ്ത് ജയിക്കണത് എനിക്ക് തോന്നുന്നത് സഞ്ജു സാംസൺ ആയിരിക്കും. വേറെ ആരുമില്ല. സഞ്ജു സാംസനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ഇത് സഞ്ജു സാംസനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ദ ബെസ്റ്റ് നോക്ക്, ദ ബ്രില്യന്റ് ബാറ്റിംഗ്, മാസ്റ്റർ ക്ലാസ്, പ്യുവർ ക്ലാസ് ബാറ്റിംഗ് സഞ്ജു സാംസൺ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ തീയായി, ചെറുക്കി തീയായി. ഇതിൽ കൂടുതൽ ഒരാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു, അമ്മാതിരി. ഈ കപ്പ് വേണമെങ്കിൽ സഞ്ജു സാംസൺ ടീമിൽ വേണം. സഞ്ജു സാംസൺ ടീമിലുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ കപ്പ് എടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു എന്തുകൊണ്ടോ അത് സത്യമായി ഇരിക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഞാൻ സഞ്ജു സാംസൺ ഞാൻ ഇതിന് മുമ്പ് ഇത്ര ക്ഷമയോടെ ബാറ്റ് ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല. അടി എന്ന് പറഞ്ഞാൽ അടി. ഫസ്റ്റ് ബോൾ, സെക്കൻഡ് ബോൾ, തേർഡ് ബോൾ ഒന്നും നോക്കില്ല, വീശിയതോടെ വീശി ആടി. പക്ഷെ ഇന്നലത്തെ മാച്ചിൽ ക്ഷമയോടെ ബാറ്റ് ചെയ്ത് നല്ല രീതിയിൽ ടീമിന് ആവശ്യമെന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിൽ അഭിഷേക് ശർമ്മ പുറത്തായി, ഇഷാൻ കിഷൻ പുറത്തായി, സൂര്യകുമാർ യാദവ് പുറത്തായി. എന്നിരുന്നാൽ പോലും ഒരറ്റത്ത് നിന്ന് സഞ്ജു സാംസന്റെ കറക്റ്റ് കളി നല്ല സമാധാനത്തോടെ കളിച്ച് ഇന്ത്യക്ക് നല്ലൊരു വിജയം തന്നെ നേടിക്കൊടുത്തു.